ഈ ക്യാമ്പസിൽ വരാൻ നമുക്ക് ഇവരെ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഹലോ, ഞാൻ ബി ഹിസ്റ്ററി ചവറ കൊല്ലം. ബാക്കിയുള്ളവരൊക്കെ ഓടി. അതറിയത്തില്ല. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. അറിയാം, ഞാൻ കാണുന്നുണ്ട്. നല്ല കവറേജ് കിട്ടുന്നുണ്ട്. അതിന് നമ്മളൊരു സംരക്ഷണം തീർച്ചയായിട്ടും ഈ മുളങ്കാടിലേക്ക് ഇറങ്ങാതിരിക്കാനൊക്കെ കുട്ടികളെ സംരക്ഷിച്ചതിന് ആവശ്യമുണ്ട്. അല്ല, ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മുളങ്കാട് നമ്മൾ അടപ്പിക്കും. മുളങ്കാട് തുറക്കും, പക്ഷേ മുളങ്കാട്ടിലുള്ള വേണ്ടാത്ത പ്രവണതകൾ അന്ന് നമ്മളിവിടെ NSSന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ മണ്ഡലത്തിൽ പറയാനും എൻ്റെ ഒരു സർവേഷന് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. നല്ലൊരു ഭംഗിയുണ്ട്. ഒരുപാട് പേരൊക്കെ ഇപ്പോൾ പുറത്തുനിന്ന് വന്നവരൊക്കെ അത് സൂപ്പർ സ്ഥലമായിട്ടും വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാവും. പിന്നെ ഡെസ്റ്റിനേഷൻ മാരേജിന് പറ്റിയ സ്ഥലം. പ്രിൻസിപ്പൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് നേരത്തെ താങ്കളോട് സംസാരിച്ചത്. ഞാൻ ചാർജാണ്. സാറിന്ന് ലീവാണ്. ഞാൻ ചാർജാണ്. എൻ്റെ അരുൺ കുമാർ. പ്രകാശ് സാർ. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നല്ല രീതിയിലാണ് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതെ. ഒരിക്കലില്ല. ഇവിടെ സത്യം പറഞ്ഞാൽ സാർ അത്ര ഒരു ഇഷ്യൂ നമുക്ക് കോളേജിനകത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലല്ല. അതെ. തീർച്ചയായിട്ടും. ശ്രീജ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളത് കോളേജ് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് അതിനെ തുരത്തുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജിലും അതിന് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് സാർ. ഞങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പിന്നെ കൂടുതലായതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. അതെ. ജനങ്ങൾ ഇങ്ങനെ പേടിച്ചേക്കരുത്. ഇതിനെതിരെ പൊരുതണം. അപ്പൊ നമ്മുടെ തീരുമാനം ഈ മുളങ്കാട്ടിൽ നിന്ന് എല്ലാ മയക്കുമരുന്നുകാരനും രംഗപ്പെടുന്നവരെ നമ്മളുണ്ടാവും. അതെ. അപ്പൊ നാട്ടുകാരോടാണല്ലോ ശാസ്താംകോട്ടക്കാരും താങ്കളുടെ നാട്ടുകാർ തകർക്കണം. ഈ ഇടനാഴിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഗൃഹാതുരമായ ഓർമ്മകൾ. നൊസ്റ്റാൾജിയ. കോളേജ് നമ്മുടെ പള്ളിക്കൂട കാലമല്ലേ നമ്മുടെ ഏറ്റവും സമ്പന്നമായ കാലം. അന്ന് എന്നാ സുഖമായിരുന്നു ജീവിതത്തിന് അല്ലേ? കോളേജിൽ അധ്യാപനമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പേര്? അല്ല, ഞങ്ങൾ ഓഫീസ് സ്റ്റാഫാണ്. ഒരു മയക്കുമരുന്ന് വിരുദ്ധ പരിപാടിയിട്ട് ഇറങ്ങിയത്. നമുക്ക് ഒരു പരിവാകണം. അപ്പൊ എല്ലാരും അവെയർ ആണെന്നുള്ളത് അല്ലേ ഇതിനെ കുറിച്ചൊക്കെ? എല്ലാരും സെക്യൂരിറ്റിയെ കുറിച്ച് പറയണമെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റുമോ മുളങ്കാടിന്? ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്. പക്ഷേ ഇവിടെ പല മാഫിയകളും കയറി വരാറുണ്ട്. പക്ഷെ അതിനെ തരണം ചെയ്യുമ്പോൾ അവന്മാരുമായിട്ട് ഫിസിക്കലി നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാനുള്ള അധികാരമില്ല. നിങ്ങൾ പോലീസിനെ അറിയിച്ചാൽ മതി. ഞാൻ പോലീസിനെ അറിയിക്കും. പ്രിൻസിപ്പളിന് അവർ രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പളിനെല്ലാം എഴുതി കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കൽ ഇവന് ഒരുത്തനെ സഹിക്കാൻ ചെയ്യാൻ അവൻ ഇപ്പോൾ എറണാകുളം ബേസിൽ മാഫിയായ ലഹരിയുടെ ആളാണ് അവൻ. അത് അവരാണ് ഇവിടെ കൂടുതലും. അവരെല്ലാം ഇവിടുന്ന് പോകുന്നതെല്ലാം അവിടെയാണ് പോകുന്നത്. അവിടുന്ന് ഇവിടെ വരും. അപ്പൊ ഇതിന്റെ തെളിവ് സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നമ്മള് തെളിവ് കൊടുത്ത് നന്നായി നമ്മളതൊക്കെ അന്വേഷിക്കും. അത് മാത്രമല്ല സാറേ, ഇത് SFI യൂണിറ്റ് പ്രസിഡന്റ്. സന്തോഷം. എന്റെ പേര് നിധി. ഞാൻ ഇവിടുത്തെ യൂണിറ്റ് ഭാരവാഹിയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് യൂണിറ്റ് പ്രസിഡന്റ് അല്ലേ? അല്ല, ഒരു കോളേജിന്റെ മൊത്തം യൂണിറ്റ്. അതെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമുക്കറിയേണ്ട കാര്യം ഈ മുളങ്കാട്ടിലെ ഈ അനാശാസ്യ കാര്യങ്ങളും അതേപോലെയുള്ള ഈ മയക്കുമരുന്ന് ലോബികൾ കടക്കുന്നതും ഈ മാഫിയ സംഘം കടക്കുന്നതും അതുപോലെ അവിടെ പെട്ടുപോയ കുട്ടികളെ അവരെ മോചിപ്പിക്കുന്നതിനും നമ്മളൊരു തീരുമാനം എടുക്കും. 24 നിങ്ങളുടെ കൂടെ. നമ്മൾ എല്ലാ കാലത്തും രാഷ്ട്രീയതയ്ക്കെതിരെ അല്ലെങ്കിൽ ലഹരിക്കെതിരെ എല്ലാ തവണയും എല്ലാ കാലത്തും സന്ധിയില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതാണ് SFI. ഇല്ല, ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കലാലയത്തിലെ വിദ്യാർത്ഥികൾ SFI, KSU എന്നില്ലാതെ ഒരു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കാലത്തും ലഹരിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ, അതിനപ്പുറത്തേക്ക് അധ്യാപകർ. എന്റെ ചോദ്യം സിമ്പിളാ. അതായത് നാട്ടുകാര് ഇറങ്ങിയേ പറ്റൂ ശാസ്താംകോട്ടക്കാർ, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മോശമാവും. അപ്പൊ ശാസ്താംകോട്ടിലെ ജനങ്ങൾ ഇറങ്ങുന്നു, പോലീസ് ഇറങ്ങുന്നു, എക്സൈസ് ഇറങ്ങുന്നു, അപ്പൊ മീഡിയ എന്നുള്ളതിൽ 24 ഇറങ്ങുന്നു. ഇതില് SFI അണിചേരുമോ? SFI അണിചേരും. സന്ധിയില്ലാത്ത അണിചേരലോടെ എല്ലാ കാലത്തും SFI ഇതിനോടൊപ്പം ഉണ്ടാകുന്നതാണ് പറയാനുള്ളത്. അതിനോടൊപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാവണമെന്നില്ല. കാരണം
ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കലാലയത്തിന് ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ സമീപ പ്രദേശത്തിന് ഉൾപ്പെടെ തെറ്റായ പ്രചാരണങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ പലതും ഒറ്റപ്പെട്ട സംഭവങ്ങളായി പലതും നമ്മുടെ കൺമുന്നിലുണ്ട്. ഈ നടക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ SFI എല്ലാ കാലത്തും ലഹരിക്കെതിരെയാണ്, അല്ലെങ്കിൽ SFI ഉൾപ്പെടുന്ന പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം ലഹരിക്കെതിരെയാണ്. സന്ധി ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. നിങ്ങളാണ് കുട്ടികളാണ് സംഘടിക്കുന്നത്. അതെ, നമ്മൾ കുട്ടികളാണ് എല്ലാ കാലത്തും ഇതിനെതിരെ നിൽക്കുന്നത്. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് അപ്പൊ നമ്മളാണ് ചേരും അല്ലേ? ഉറപ്പായും. താങ്ക് യു. അപ്പൊ നമുക്ക് എന്താണ് മോളെ സന്തോഷം. എന്താ പേര്? ദേവു. മനസ്സന്നാവട്ടെ. എന്റെ പേര് ദേവു. ഞാൻ ഇവിടുത്തെ NSS മനസ്സന്നാവണം എല്ലാവരുടെയും. ഞാൻ വിചാരിച്ചു ഇയാളുടെ മനസ്സ് നന്നാവട്ടെ ആദ്യം എന്ന് വിചാരിച്ചാ മതമേതെങ്കിലും മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും അത് മാനവികതയാണ്. അപ്പം ഞങ്ങളിവിടെ NSSന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലഹരിക്കെതിരെ. ഇപ്പം ശാസ്താംകോട്ട പോലീസും എക്സൈസുമായിട്ട് സംയുക്തമായിട്ട് കുറെ ചെയ്യുന്നുണ്ട്. ഒരു യോധ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് നമ്മുടെ ലഹരിയെ പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കാന്നാണ്. അതിന്റെ ഭാഗമായിട്ട് വോൾ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഇങ്ങനെ കുറെ ഉണ്ടായിരിക്കും. ഓക്കെ, നല്ല കാര്യം.